ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ഞാൻ ഹോരോബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശെ അങ്ങനെ ചെയ്തു. പാറയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ പാറയ്ക്കകത്ത് വെള്ളം പുറത്തു വരുന്നത് പോലെ ചിലരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോവുകയാണ്. പാറയ്ക്കകത്ത് വെള്ളമുണ്ടോ? ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് എല്ലാം ഉണ്ട്. നിന്റെ ആത്മീയത്തിലും ഭൗതികത്തിലും വേണ്ടതായ എല്ലാം ക്രിസ്തു എന്ന പാറയ്ക്കകത്തുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയുടെ യാത്ര തിരിക്കുമ്പോൾ അവർക്ക് ദാഹിച്ചു. അപ്പോൾ ചെങ്കടലിനെ പിളർന്ന് മറുകര കടത്തെ യേശുവിൽ വിശ്വസിക്കേണ്ടതിന് പകരം അവർ മോശയോട് പിറുപിറുത്തു. നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ പരാതികളും പിറുപിറുപ്പുകളും നിർത്തിയിട്ട് പ്രവർത്തിക്കുവാൻ ശക്തനായ ക്രിസ്തുവിനെ വിശ്വസിക്കുക. അതായത് നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ നീ ചെയ്യേണ്ടത് നിന്റെ ചിന്തകൾ വികുടമാക്കരുത്, മറിച്ച് ഇന്നലകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവിനെ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇസ്രായേൽ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അവർ ചെയ്തത് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം പിറുപിറുക്കാൻ തുടങ്ങി. പിറുപിറുപ്പ് ഒന്നിനും പരിഹാരമല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഇടയായി തീരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇസ്രായേൽ മക്കൾ ഇന്നലത്തെ ആവശ്യങ്ങൾ അവർ വലുതായിരുന്നു, എന്നാൽ ഇതിനേക്കാളും വലിയ ആവശ്യങ്ങൾ ഇന്നലകളിൽ വന്നിരുന്ന അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിന് ഒരു പ്രത്യേകത, ഇന്നലകളിൽ അവരുടെ ആവശ്യങ്ങളിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞ പരാതികളും ആവലാതികളും ഉയരുമ്പോൾ ഇന്നലകളിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ ദൈവത്തിന് ഇന്നും നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുകയത്രേ വേണ്ടത്. ഇസ്രായേൽ മക്കളുടെ ആവശ്യം വെള്ളമായിരുന്നു. അത് കിട്ടാഞ്ഞപ്പോൾ അവർ പിറുപിറുത്തു. എന്നാൽ ഒരു കടലിനെ പിളർന്ന അക്കരെ കൂടെ കടത്തിയത് അവർ മറന്നുപോയി. ഒരു ചെറിയ രോഗം അല്ലെങ്കിൽ ഒരു ക്ഷീണം നിനക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി പരാതികളും പിറുപിറുപ്പുകളും ഉണ്ടെങ്കിൽ ഇന്നലകളിൽ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചത് നീ മറന്നു പോകരുത്. ഇന്നലെ അത്ഭുതങ്ങൾ ചെയ്ത നിന്റെ ജീവിതത്തിൽ ഇന്നും അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട് എന്ന് നീ വിശ്വസിച്ചോണം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഓർത്ത് നീ നിരാശപ്പെടുകയും പരാതികൾ പറയുകയും ചെയ്യുന്നുണ്ടോ? ഇന്നലകളിൽ നിന്നെ സാമ്പത്തികമായി കരുതിയതെന്ന് മറന്നു പോകരുത്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ ഇന്നും മനമേ, പാടുക നീ ഇന്നും മനമേ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ, ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ നാം ആ നന്ദി, ആ ഉപകാരം ഒരിക്കലും മറന്നു പോകരുത് കുഞ്ഞെ. ഞാൻ ഹോരോബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. കർത്താവ് പാറമേൽ നിന്നത് നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുവാനാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് മോശയല്ല, അവന്റെ കയ്യിലിരിക്കുന്ന ഉണക്കവടിയല്ല, മറിച്ച് ക്രിസ്തുവായിരുന്നു. ആമേൻ. ദൈവഭക്തന്മാരായ ഏലിയാവിനെ പോറ്റിയത് കാക്കയല്ല, ക്രിസ്തുവാണ്. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേൽ രക്ഷപ്പെടുത്തിയത് ദൈവമാണ്. സിംഹത്തിന്റെ നിന്ന് ഭയം തോന്നിയെങ്കിലും അതിൽ നിന്ന് കർത്താവിന്റെ കരം ചലിച്ചത് കൊണ്ട് ദാനിയേൽ ഒന്നും സംഭവിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്താൽ അത്ഭുതമായി പുറത്തു വരാൻ ഇടയായി തീർന്നു. എബ്രേ ബാലകന്മാരെ പുറത്തു വരാൻ കാരണം അവർ തീജ്വാലയ്ക്ക് അവരോട് അലിവ് തോന്നിയിട്ടല്ല, മറിച്ച് യേശുവിന്റെ സാന്നിധ്യത്താൽ നിന്നതുകൊണ്ട് അവർ പുറത്തു വരാൻ ഇടയായി തീർന്നത്. ഇവിടെ മോശയോട് ദൈവം പറഞ്ഞത് പാറയെ അടിച്ചപ്പോൾ വെള്ളം പുറത്തു വന്നു. ഇവിടെ പാറയുടെ പുറത്ത് കർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ മോശയുടെ വടി പാറമേൽ കൊണ്ട് ഒടിഞ്ഞു പോയേനെ. കരിമ്പാറയെ ഒരു ചൂരൽ വടി കൊണ്ട് അടിച്ചപ്പോൾ പാറ വെട്ടിയതായി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ മോശ ആയിരുന്നെങ്കിൽ ചോദിച്ചേനെ, ഈ ചൂരൽ വെച്ച് അടിച്ചാൽ പാറ പൊട്ടുമോ? അതിനുള്ള ബലം ഇതിനുണ്ടോ? എന്നാൽ നിന്റെ വടിയുടെ ബലമല്ല, കർത്താവിന്റെ വാക്കിന്റെ ശക്തിയാണ്.
നിന്റെ വടിയെ പാറയെ പിളർക്കുമാറാക്കുന്നത് ശക്തി തരുവാൻ എന്റെ കർത്താവിന്റെ വാക്കിന് കഴിയും. അങ്ങനെയെങ്കിൽ അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യുവാൻ കർത്താവിന്റെ വാക്കിന് ശക്തി നിന്റെ മേൽ വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിന്റെ മേൽ അവന്റെ ശക്തി പകരാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. യേശുവിന്റെ നാമത്തിൽ കരം വെച്ച രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. നിന്റെ കരത്തിന്റെ ശക്തിയല്ല, അവന്റെ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് സൗഖ്യം നടക്കാൻ പോവുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ മോശയുടെ മേൽ വീണ ആ അധികാരം ഇന്ന് പകലിലും ഇവിടെ കേൾക്കുന്ന ഓരോ തന്റെ ജനത്തിന്റെ മേലും ആ ദൈവത്തിന്റെ അധികാരം പകരാൻ പോവുകയാണ്. ഒന്ന് പാറയോട് കൽപ്പിക്കുക. 38 വർഷം ഇസ്രായേൽ മക്കൾ വഴിയറിയാതെ അലഞ്ഞു. വീണ്ടും വെള്ളം ആവശ്യമായിരുന്നു. അന്ന് പിറുവിറുത്തവരുടെ മേൽ മക്കൾ ഇപ്പോൾ മോശയോട് വാഗ്ദത്തത്തിന് മുതിർന്നു. ഈ മോശ തന്നെ ദൈവത്തോട് തെറ്റ് ചെയ്തു. താൻ തന്നെ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനം മുടക്കിക്കളഞ്ഞു. മോശയോട് പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മോശ 2 തവണ പാറ അടിക്കാനിടയായി തീർന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അടിക്കപ്പെട്ട പാറയോട് കേവലം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കേവലം പറഞ്ഞാൽ മതിയായിരുന്നു വെള്ളം ലഭിക്കാന്. എന്നാൽ ഈ ജനം മനസ്സിലാക്കിയില്ല. ഈ പാറയെ ക്രിസ്തുവാണ്. ആമേ. ഈ 2ാം തവണ പാറ അടിക്കുന്നത് 2ാം തവണ യേശുവിനെ ക്രിസ്തു എന്ന് തുല്യമായി. ഇനി ഒരു യാഗത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു. ആ സമയത്ത് ജലം അവനിൽ നിന്ന് ഒഴുകി ഇറങ്ങി വന്നപ്പോൾ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന ഇനി ഈ പാറയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു വരും. യേശുവിൽ നിന്ന് ജലം ഒഴുകുവാൻ ആഗ്രഹിക്കുന്നവർ അവനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ തന്നെ അവനെ ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. 2ാം തവണ മോശ പാറ അടിച്ചപ്പോൾ അവന്റെ കനാൻ ദേശത്തേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിനെ പരസ്യകോലമാക്കുന്നതും ദൈവരാജ്യത്തിൽ നിഷേധിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന്റെ പ്രവൃത്തി മോശയുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുത്തവനായിരുന്നു. പക്ഷെ അനുസരണക്കേട് അത് നഷ്ടമാക്കി കളഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുസരിക്കേണ്ട നിന്റെ ആവശ്യകത നമുക്ക് ബോധ്യമാക്കി തരാൻ പോവുകയാണ്. അന്ന് പകലില് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ആത്മാവിനെ പാനം ചെയ്യുക. യേശുവിന്റെ വശത്ത് നിന്ന് ജലം ഒഴുകിയത് രേഖപ്പെടുത്തിയ യോഹന്നാൻ യേശുവിന്റെ വാക്കുകൾ കൃത്യമായി എഴുതി വെച്ചു. ദാഹിക്കുന്ന ഏവരിലേക്കും പരിശുദ്ധാത്മാവ് ഒഴുകുമെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുക. തിരുവെഴുത്ത് പറയുന്ന ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ സകല കൃപാവരങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആമേൻ. ഒരു ചാനലിൽ നിന്ന് അനേക ചാനലുകൾ പുറത്തു വരുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ച് 9 കൃപാവരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും കർത്താവിന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴുകും, തലമുറകളിലേക്ക് ഒഴുകും, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകാൻ പോവുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ജനം കരുത്തലായിട്ട് അല്ലെങ്കിൽ ആലയത്തിൽ വരികയും താൽക്കാലികമായി ഉണ്ടാക്കിയ കൂടാരങ്ങൾ പാർക്കുകയും പുരോഹിതന്മാർ ജനങ്ങളിലും ശീലോഹം കുളത്തിൽ പോയി വെള്ളം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ഒഴിച്ചിരുന്ന പതിവുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നത് യേശു കണ്ടപ്പോൾ പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ചോ? ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ സൗഖ്യങ്ങൾ ഓരോരുത്തരുടെ മേൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഏതു മനുഷ്യനെ ആത്മീയ ജലത്തിന് ആവശ്യമാണ്. ബോധമുള്ളവരായിരിക്കണം. ശാരീരിക ദാഹം എന്നതുപോലെ തന്നെ ആത്മീയ ദാഹത്തിന്റെ കാര്യത്തിലും ആഗ്രഹം യഥാർത്ഥമായിരിക്കണം ഒരു ദൈവത്തിന്റെ ജീവിതത്തില്. ഹല്ലേലൂയ. അവർക്ക് എന്ത് പറ്റി? അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ദൈവിക പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ടത്? ആമേൻ. എന്നാൽ അനേകരെ കെട്ടടിച്ച് പുറത്തു കൊണ്ടുവരേണ്ട നീ എവിടെയോ, അനേകർക്ക് വചനം പറഞ്ഞു കൊടുക്കേണ്ട അനേകരെ കരം വെച്ച് യേശുവിനെ നാമത്തിൽ സൗഖ്യമാക്കേണ്ട നീ എവിടെയോ, അനേകരുടെ സാക്ഷ്യം പറയേണ്ടയോ നീ എവിടെയാണ്?
ഹല്ലേലൂയ. ഇന്ന് നീ വിശ്വസിക്കുക, ഇന്ന് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അനേകർക്ക് വേണ്ടിയും വിടുതലിന് വേണ്ടി എന്നെ ഉദ്ധരിക്കണം. അനേകർക്ക് വേണ്ടി അനേകരെ ബിഷപ്പിന് ദാഹമായി മാറ്റണമെങ്കിൽ, ആത്മീയ ദാഹം ഓരോരുത്തരിലേക്കും പകരണമെങ്കിൽ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഉപയോഗിക്കാം കർത്താവ്. ഒരുപക്ഷെ തിരുവചനം പറയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ രോഗികൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴായിരിക്കാം അവർക്ക് അവരുടേതായ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നത്. വചനമേ ആദാമേ നീ എവിടെ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3:9. യേശുവിന്റെ ശുശ്രൂഷ അനുവദിച്ച അവന്റെ വചനം കേട്ട നിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റിട്ടും സന്തോഷിക്കാൻ കഴിയാതെ ആഹ്ലാദിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഭയപ്പെട്ട് വാതിലടച്ച് സമാധാനം നഷ്ടപ്പെട്ടു ഒതുങ്ങിപ്പോയ തന്റെ ശിഷ്യന്മാർ. എന്നാൽ ഈ ശിഷ്യന്മാരാണ് പറഞ്ഞ വാഗ്ദത്തം, ഭൂമിയുടെ അറ്റത്തോളം ഹല്ലേലൂയ. യെരൂശലേമിൽ തന്നെ പുറത്തിറങ്ങുമ്പോൾ പറ്റാതെ ഒരു ഭവനത്തിനകത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളായി തീരാ എന്ന് പറഞ്ഞ വാഗ്ദത്തം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോടും നമ്മോട് എല്ലാവരോടും പറഞ്ഞൊരു വാഗ്ദത്തം, ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ ഭീഷണി കേട്ട ഓടിപ്പോയിരിക്കുന്ന ഏലിയാവിനെ പോലെയാണ് ശിഷ്യന്മാർ പലപ്പോഴും. നിന്നെ കരം പിടിച്ച് ഒരിക്കൽ യോന കപ്പലിൽ അടിയിൽ കിടന്നുറങ്ങുന്നത് പോലെ പലപ്പോഴും പല വിഷയത്തിനകത്തും ക്ഷീണിച്ചും മരവിച്ചും ഇരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി പറയുകയാണ്, നീ വിശ്വസിച്ചെഴുന്നേറ്റട്ടെ, നീ പ്രാർത്ഥനയോട് എഴുന്നേറ്റട്ടെ. ഹല്ലേലൂയ. എന്നാൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മറിയ അടച്ചിട്ട റൂമിൽ നിന്നും പുറത്തിറങ്ങി യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ്. യേശു ക്രിസ്തു മരിച്ച് അവനെ അടക്കിയതിന് ശേഷം യെരൂശലേമിൽ പരിസരത്ത് 144 പ്രഖ്യാപിച്ചതുപോലെ ആരെങ്കിലും യേശുവിന്റെ പേരിൽ കൂടി വന്നാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പടയാളികൾ അവരെ പിടിച്ചുകൊണ്ടുപോകും. ഇതുപോലെ പ്രതിസന്ധിയുടെ പ്രശ്നത്തിന് നടുവില് തന്റെ ജനം ഒതുങ്ങിപ്പോയപ്പോഴും അവിടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ അകത്തിരുന്ന മറിയ പുറത്തു വരാനിടയായി തീർന്നു. അങ്ങനെ കല്ലറയിലേക്ക് ഓടിച്ചെന്ന യേശുവിന്റെ ശിഷ്യന്മാർ മാറി നിന്നപ്പോൾ ഈ സ്ത്രീ യേശുവിന്റെ കല്ലറയ്ക്കല് യേശുവിന്റെ ശരീരം ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചു. അങ്ങനെങ്കിൽ നീ വിശ്വാസത്തോടെ ഇറങ്ങി വെച്ച സ്റ്റെപ്പ് പിറകോട്ട് പോകരുത്. വിശ്വാസത്തോടെ ഇറങ്ങിയെങ്കിൽ ഞാൻ മുറുകെ പിടിച്ചോണം. എന്റെ യേശുവിനെ കണ്ടിട്ടല്ലാതെ ഞാൻ മടങ്ങി പോകില്ല എന്നൊരു തീരുമാനം മറിയുടെ മേൽ ഉണ്ടായിരുന്നു. ആ പാറ ആ പാറയെ കാണാൻ വേണ്ടി, ആ ക്രിസ്തു എന്ന പാറയെ കാണാൻ വേണ്ടി മുൻപോട്ട് മറിയ മുൻപോട്ട് ഗമിക്കാനിടയായി തീർന്നു. അവിടെ മുൻപിൽ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഇരുട്ടൊരു തടസ്സമായിരുന്നു, കാവൽക്കൂട്ടം ഒരു തടസ്സമായിരുന്നു, റോമൻ ഇമ്പീരിയം മുദ്ര ഒരു തടസ്സമായിരുന്നു. എന്ന് ഇതൊന്നും വകവെക്കാതെ കർത്താവ് ഒരിക്കൽ ആ സ്ത്രീയെ 7 ബാധകളാൽ ബന്ധിക്കപ്പെട്ട് 7 വർഷത്തോളം 7 ബാധകളെ ബന്ധിക്കപ്പെട്ട് കിടന്ന ഒരു സ്ത്രീയായിരുന്നു. എന്റെ കർത്താവാണ് അവളെ സൗഖ്യമാക്കിയത്. എന്നാൽ ഒന്നും നോക്കിയില്ല, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നോക്കിയില്ല. അവൾക്ക് ഒരിക്കലും ഉറങ്ങാൻ പോലും കഴിയാത്ത രാത്രികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു നോക്കിയില്ല. പക്ഷെങ്കിൽ എന്റെ കർത്താവ് എന്നെ വിടുവിച്ചതെന്ന് ഓർത്തപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുൻപോട്ട് യാത്ര തുടർന്നു. എന്നാൽ ആ യഥാസ്ഥാനത്തേക്ക് അവൾ എത്തിച്ചേർന്നു. ആ യേശുവിനെ കണ്ടിട്ടല്ലാതെ ഞാൻ മടങ്ങി പോകില്ല എന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ മുൻപോട്ട് ഇറങ്ങി തിരിച്ചു. വെട്ടിയെടുത്ത കല്ലറയ്ക്കകത്ത്, വെട്ടിയെടുത്ത പാറയ്ക്കകത്ത് ജീവനില്ലാത്ത പാറയ്ക്കകത്ത് ജീവനുള്ള പാറ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ 3-ാം നാൾ പുനരുദ്ധാനത്തിന്റെ ശക്തി കല്ലറയ്ക്കൽ വന്നപ്പോൾ ജീവനുള്ള പാറ ഉയർത്തെഴുന്നേൽക്കാനിടയായി തീർന്നു. ഇന്ന് പകലില് ആ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടറിഞ്ഞവളും അനുഭവിച്ചറിഞ്ഞവളുമാണ് ഈ മറിയ. ഇന്ന് പകലിലും നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ ആ ക്രിസ്തു എന്ന പാറയെ അനുഭവിച്ചവരും രുചിച്ചറിഞ്ഞവരും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരും ഓരോരുത്തരും ഉണ്ടായിരിക്കാം ഈ പകലിലും. അത് അനുഭവിച്ചറിയാം. നിങ്ങൾ ഏത് അവസ്ഥയിലാണ് കഴിഞ്ഞ നാളിൽ ആയിരുന്നത്, ഏത് അനുഭവത്തിലാണ് നിന്റെ മക്കളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു പക്ഷേങ്കിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നായിരിക്കും കർത്താവ് നിന്നെ വിടുവിച്ചത്, നിന്റെ കുടുംബത്തെ വിടുവിച്ചത്, തലമുറയെ വിടുവിച്ചത്. ചില രോഗശക്തികൾ വർഷങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട്, രോഗത്താൽ ബന്ധിക്കപ്പെട്ട് ഇനി മുൻപോട്ട് എന്റെ ജീവിതം ഇനി ഇല്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത്, ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഇനി എങ്ങനെ ഉയർച്ച പ്രാപിക്കുമെന്ന് ചിന്തിച്ച നടുവില് എന്റെ കർത്താവ് ഒരു പക്ഷെ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു കാണാം. ഒരു പക്ഷെ ട്രാക്ട് മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ ദൈവത്തിന്റെ വചനം കേട്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആരോ നിന്നോട് ദൈവത്തിന്റെ വചനം
പറഞ്ഞപ്പോഴൊക്കെ ആയിരിക്കാം. എന്നാൽ ആ നിമിഷത്തിൽ എന്റെ കർത്താവ് നിന്നെ തൊട്ടു. ഹല്ലേലൂയ. ആമേൻ. നിന്നെ സൗഖ്യമാക്കി, നിന്റെ വേദനകളെ മാറ്റി. ആമേൻ. നിന്റെ ഒരുപാട് സാമ്പത്തിക ഏരിയയിലെ സകല പ്രശ്നങ്ങളെ എന്റെ കർത്താവ് പരിഹരിച്ചു. ഇന്ന് പല വിഷയത്തിനകത്തും ഭാരപ്പെടുന്ന ദൈവകുഞ്ഞെ, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ലോക രാജ്യങ്ങളോട് സുവിശേഷം അറിയിച്ചത് ആ ഒരു സ്ത്രീ ശിഷ്യന്മാർ സ്വന്തം ഈ 12 ശിഷ്യന്മാർ ഒതുങ്ങി ഒരു റൂമിൽ ഇരുന്നപ്പോൾ ഈ സ്ത്രീ മറിയ യേശു ഉയർത്തെഴുന്നേറ്റ വാർത്ത തന്റെ ശിഷ്യന്മാരോട് വിളിച്ചറിയിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു വാക്ക് സുവിശേഷം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, അത് കേൾക്കുന്നവർക്കും അത് പ്രാപിക്കുന്നവർക്കും അത് അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവസ്ഥലത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ ക്രിസ്തു എന്ന പാറയുടെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഓരോബി നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകയും മോശെ അങ്ങനെ ചെയ്തു. ഇന്ന് ഹല്ലേലൂയ ആ പാറയുടെ അടുക്കലേക്ക്, ക്രിസ്തു എന്ന പാറയുടെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അവസാന കാൽവരി ക്രൂശിലേക്ക് നോക്കിക്കേ, അവസാനത്തെ തുള്ളി രക്തം വരെയും വെള്ളം ഊറ്റി തന്ന ആ ക്രിസ്തു എന്ന പാറ, ആ യേശുവിൽ നിന്ന് നമുക്ക് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നു. ഇന്നും ജീവിക്കുന്നു, ആ രക്തം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ ആ കർത്താവിന്റെ തിരുരക്തവും മേശം നമ്മൾ അനുഭവിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇന്നും നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുന്നു. ഓരോരുത്തരെയും ഒരു നിമിഷം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം ദൈവസ്ഥലത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യനായ പിതാവ്, ഹല്ലേലൂയ, ഇന്ന് പകലിലും ആ സമാധാനത്തിന്റെ പ്രഭു ഇന്ന് പകൽക്കാലം, ആ കൃപ ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ സകല വിഷയത്തെയും പരിഹരിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് തെളിയാൻ പോവുകയാണ്. ഒരു നിമിഷം ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമേതനായ സ്തോത്രം. സ്വർഗത്തിന്റെ വലിയ കൃപ പകർന്നാട്ടെ, തന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. അവർ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും, സകല വേദനകളിൽ നിന്നും, സകല ഭാരങ്ങളിൽ നിന്നും കർത്താവെ അവരെ വിടുവിച്ചാട്ടെ. കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ ആ ക്രിസ്തു എന്ന പാറയെ ആമേൻ ആമേൻ ഉറച്ചു നിൽക്കട്ടെ. ആടിയുഴയുന്ന അനുഭവങ്ങളെല്ലാം മാറട്ടെ. ഈ ദിവസങ്ങളെ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്ന തന്റെ ജനമാക്കി ദൈവം മാറ്റിയാട്ടെ. അത്ഭുതങ്ങൾ ചെയ്താട്ടെ. സകല മാനവും മഹത്വം പിതാവ് എടുക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം ക്രിസ്തുവേ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ.